സുഹൃത്തുക്കളെ, ഈ പുസ്തകപ്രകാശന ചടങ്ങ് ആരംഭിക്കേണ്ടതുണ്ട്. അപ്പോൾ മാധ്യമ സുഹൃത്തുക്കളോടാണ് ഒന്ന് പുറകിലേക്ക് മാറി നിൽക്കുന്നെങ്കിൽ നമുക്ക് ഈ ചടങ്ങ് എത്രയും തന്നെ ആരംഭിക്കാം എന്ന് തോന്നുന്നു. എന്നതാണ് ഔദ്യോഗികമായി പറഞ്ഞത്. അന്വേഷണത്തിൻ്റെ ആദ്യം അച്ചടിച്ചതായി കണ്ടെത്തി. ഇടതുപക്ഷം എന്ന സഖാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ വി കുഞ്ഞികൃഷ്ണന്റെ ഈ പുസ്തകപ്രകാശനത്തിന്റെ ചടങ്ങ് ഇവിടെ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുകയാണ്. ചാനൽ സുഹൃത്തുക്കളോട് ഒന്ന് ദയവീത് സഹകരിക്കുക. ചടങ്ങ് കാണേണ്ടതും ജാഗ്രത പയ്യന്നൂർ സംഘടിപ്പിക്കുന്ന നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന സഖാവ് വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകപ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ പേരെയും മുഴുവൻ ആൾക്കാരെയും സഖാക്കളെയും ജാഗ്രത പയ്യുന്നതിനെയും സ്വാഗതം ചെയ്യുകയാണ്. വിമർശനം എന്ന് പറയുന്നത് എതിർപ്പ് എന്നുള്ള രീതിയിൽ മാറ്റി വായിക്കപ്പെടുന്ന ഈ കാലത്ത് വി കുഞ്ഞികൃഷ്ണന്റെ ഈ പുസ്തകത്തിന്റെ സമകാലിക പ്രസക്തി എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ചടങ്ങിലേക്ക് എത്തിയ മുഴുവൻ ആൾക്കാരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വി കുഞ്ഞികൃഷ്ണനെ ക്ഷണിക്കുകയാണ്. വേദിയിലുള്ള പുസ്തക പ്രകാശനം നിർവഹിക്കുന്ന ജോസഫ് സി മാത്യു, പുസ്തകം ഏറ്റുവാങ്ങുന്ന വി എസ് അനിൽകുമാർ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, അധ്യക്ഷൻ ആമുഖമായി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ മുഖ്യാതിഥികളായ രണ്ടുപേരുടെയും സംസാരത്തിന് ശേഷം പറയാനുള്ള കാര്യങ്ങൾ പറയാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു പോവുക എന്നും ആഗ്രഹിക്കുകയാണ്. ഈ പ്രസാദന ചടങ്ങിൽ ആളുകൾ പങ്കെടുക്കുന്നതിനെ തടയാനുള്ള ഒരു ശ്രമം കഴിഞ്ഞ 2-3 ദിവസമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് പോലീസിൽ നിന്ന് ഈ പുസ്തക പ്രകാശന ചടങ്ങ് മാറ്റിവെച്ചിട്ടുണ്ടോ എന്നോട് അന്വേഷിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, അങ്ങനെ മാറ്റിവെച്ചിട്ടില്ല, അത് നിശ്ചയിച്ച രീതിയിൽ തന്നെ നടത്തും എന്ന് സൂചിപ്പിച്ചു. അന്ന് തന്നെ ഉച്ചയോടുകൂടി 2-3 മാധ്യമ പ്രവർത്തകർ എന്നെ വിളിച്ച് ഇതേ കാര്യം അന്വേഷിച്ചു. ചോദിക്കാൻ എന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോ നവമാധ്യമങ്ങളിൽ ഇങ്ങനെ പുസ്തക പ്രകാശനം ചടങ്ങ് മാറ്റിവെച്ചതായി പ്രചരിക്കുന്നുണ്ട്, അതുകൊണ്ട് വിളിച്ചതാണ് എന്ന് അവരും സൂചിപ്പിച്ചു. വൈകുന്നേരമാകുമ്പോൾ സുഹൃത്തുക്കളിൽ പലരും വിളിയോട് വിളിയാണ്, ഇത് മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന അന്വേഷണമാണ്.
അങ്ങനെ മാറ്റിവെക്കേണ്ടുന്ന ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല, മാറ്റിവെക്കാനുള്ള തീരുമാനിച്ചിട്ടുമില്ല. ഈ പ്രകാശന ചടങ്ങിലേക്ക് വരുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുക, തടയുക എന്നതായിരുന്നു ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രശ്നം ആരംഭിച്ച ഘട്ടം മുതൽ പയ്യന്നൂരിൽ ഒരു സംഘർഷാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നത് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ സാധിച്ച കാര്യം. ഇവിടെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനം നടന്നപ്പോൾ അത് ആക്രമിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. എന്റെ വീടിന് മുമ്പിൽ പ്രകടനം നടത്തി ഗേറ്റിന് മുമ്പിൽ വെച്ച് പടക്കം പൊട്ടിക്കുന്ന അവസ്ഥയുണ്ടായി. എന്നെ അനുകൂലിക്കുന്ന, ഇപ്പോൾ ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രസിഡന്റ് ബൈക്ക് ഒരു രാത്രിയിൽ തീ വെച്ച് നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി. പൂർണ്ണമായും ആ ബൈക്ക് കത്തിച്ചു കളഞ്ഞിരിക്കുക, അത് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലാണ്. ഇതുപോലുള്ള ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായി ഈ പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലമാകാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അലങ്കോലമാക്കാൻ ചിലർ പരിശ്രമിക്കുമോ എന്ന സംശയം ഞങ്ങളിൽ ഉയർന്നു വരികയും അതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച് ഈ ചടങ്ങിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്കൊന്നും മറുപടി പറയാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഏത് വിധത്തിലും ആളുകളെ ദ്രോഹിക്കുക എന്ന സമീപനം തുടരുക. ഇന്നലെ വള്ളൂരിൽ തന്നെ മറ്റൊരു സംഭവം നടക്കുകയുണ്ടായി. വള്ളൂരിലെ പ്രധാനപ്പെട്ട നാടക പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായ സർഗം ദാമുവിന്റെ കുറെ ഫോട്ടോകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊട്ടണശ്ശേരി ഉത്സവ സ്ഥലത്ത് ഡിവൈഎഫ്ഐയുടെ വള്ളൂർ നോർത്ത് മേഖലാ കമ്മിറ്റി ഒരു ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. ഇന്നലെ പകൽ പുറത്തുള്ള ഒരു നോവലിസ്റ്റാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. രാത്രി ഒരു 10-11 മണിയാകുമ്പോ ഉത്തരവാദപ്പെട്ട ചില ആളുകൾ പോയി. എന്താ കാരണം അന്വേഷിച്ചപ്പോ ദാമു സർഗത്തിന്റെ ഫോട്ടോ ആണ് ഇതിൽ കൂടുതൽ, അതുകൊണ്ട് ദാമു സർഗത്തിന്റെ ഫോട്ടോ അവനെ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ആ ഫോട്ടോ പ്രദർശനം നിർത്തിവെക്കാൻ ഇടപെട്ടത്. ഇന്നലെ രാത്രി 10-11 മണിയോടുകൂടി ആ പ്രദർശനം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്നവരെ പുനരാരംഭിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പുനരാരംഭിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ പ്രദേശത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി പറയാനില്ലാത്തത് കൊണ്ടാണ് ഈ നിലയിൽ
പ്രകോപനമുണ്ടാക്കാൻ, അക്രമങ്ങൾ സംഘടിപ്പിക്കുന്ന നിലയിലേക്ക് മുന്നോട്ട് പോകാൻ സന്നദ്ധമാകുന്നത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രചരണങ്ങളാണ് നവമാധ്യമങ്ങളിലൂടെ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനതോ മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തോതിലുള്ള പ്രചാരവേല നവമാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സദസ്സിന് മുമ്പാകെ പറയാൻ പോലും പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അശ്ലീല സന്ദേശങ്ങളടക്കം ഈ നവമാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറയുന്നത് ഫാസിസ്റ്റ് കാലത്ത് അവരുപയോഗപ്പെടുത്തിയതാണ് എങ്കിൽ ഫാസിസത്തിന്റെ പഴയ കാലത്തെ അന്ത്യത്തോടുകൂടി പുതിയ കാലത്ത് പുതിയ രീതിയിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ത്യത്തോടുകൂടി അത് അവസാനിച്ചു എന്ന് നമുക്ക് കരുതാനാകില്ല. പുതിയ കാലത്ത് പുതിയ രീതിയിൽ പുതിയ പലരും ആ സിദ്ധാന്തം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിലൂടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ ചടങ്ങിന് ശേഷം പറയാനുള്ള മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കാം എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി സഖാവ് ജോസഫ് സി മാത്യുവിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സഖാവ് വി എസ് അനിൽകുമാറിനെയും സ്നേഹപൂർവം ക്ഷണിക്കുകയാണ്. İnkılap Zindabad! İnkılap Zindabad! İnkılap Zindabad! സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സഖാവ് ജോസഫ് സി മാത്യുവിനെ ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സഖാവ് എൻ വി കൃഷ്ണൻ, വി എസ് അനിൽകുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സഖാവ് ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം പ്രകാശനം ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പയ്യന്നൂരിലെ ഈ തിങ്ങി നിറഞ്ഞ ജനസഞ്ചയത്തിന് മുന്നിൽ അത് ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പുസ്തകത്തെ കുറിച്ച് അത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അവലോകനങ്ങളോ വിവരണങ്ങൾക്കോ ഒക്കെ അപ്പുറത്ത് വളരെ കൃത്യമായി വസ്തുതകൾ, കണക്കുകൾ നിരത്തിക്കൊണ്ട് അദ്ദേഹത്തിന് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളത് വിമർശനാത്മകമായി വസ്തുതാപരമായി പരിശോധിക്കുകയും ശരിയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുക മാത്രമേ ഞാൻ ആ കാര്യത്തിൽ ചെയ്യുന്നുള്ളൂ. കാരണം അത് വ്യക്തി ചെയ്യേണ്ട ചുമതല എന്റേതല്ല, അത് നിങ്ങളുടേതാണ്.
നിങ്ങൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. എന്നാൽ സഖാവ് കുഞ്ഞികൃഷ്ണൻ പറയാനേ പാടില്ല, പറയാൻ മുതിർന്നത് തന്നെ അശ്രദ്ധനീയമായ തെറ്റായി പോയി എന്ന് പറയുന്നത്, എന്ന് വാദിക്കുന്നത് ഭയചകിതരാണ്. ഒരാൾ പറയാൻ പാടില്ല എന്ന് പറയുന്നത് ആ പറയുന്ന ആളിനെ ഭയന്നിട്ടല്ല, ആൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവരെ ഭയന്നിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന നമ്മൾ അതറിയാൻ പാടില്ല, അത് മനസ്സിലാക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയിൽ നിന്നുള്ള ഭയമാണ് ആ പറച്ചിലിനെ തന്നെ തടയാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ പുസ്തകം ആയാലും ഈ സമീപ ദിവസങ്ങളിൽ സഖാവ് കുഞ്ഞികൃഷ്ണൻ നടത്തിയ പ്രതികരണങ്ങളിലായാലും നമ്മൾ കാണുന്നത് അതിന്റെ ഗുണവും ദോഷവും യഥാർത്ഥത്തിൽ മിതത്വമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളെക്കാൾ അധികം പറയാൻ ബാക്കി വെച്ചവയാണ് ഉള്ളത് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരവും പുസ്തകം വായിച്ചാലും ഒക്കെ നമുക്ക് തോന്നിപ്പോകും. പറയാതിനി വയ്യ എന്നതൊരു വിമർശനം, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രിയാണെന്ന് പറയാൻ എന്നെ പ്രേരിപ്പിക്കരുത് എന്നൊരു കരച്ചിൽ, അതൊക്കെ അദ്ദേഹം തന്നെ വിശദീകരിക്കരുത്. പക്ഷെ നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രിയാണെന്ന് പറയിപ്പിക്കുകയും ചെയ്യുന്നവർ നമ്മളെയൊക്കെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം നമ്മളെ കൂടുതൽ കൂടുതൽ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. ഈ പുസ്തകം സഖാവ് കുഞ്ഞികൃഷ്ണൻ സമർപ്പിച്ചിരിക്കുന്നത് സഖാവ് VS-ന് വൈരുദ്ധ്യാത്മകതയിലൂന്നി വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട സഖാക്കൾക്ക് പകരം ആശ്രിതരെ കൂടെ കൂട്ടുകയും കമ്മിറ്റികളിൽ തിരികെ കയറ്റുകയും ചെയ്യുന്ന കാര്യം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. പാർട്ടി കമ്മീഷനുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഴിമതിക്കാരെ വെള്ളപൂശുകയും അത് ചൂണ്ടിക്കാണിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യവും അദ്ദേഹം പ്രാദേശിക അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ സഖാവ് VS-ഉം കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് ഒരു പ്രാദേശിക വിഷയം മാത്രമല്ല എന്നാണ്. ഞാൻ പരസ്യമായി ഒഴിവാക്കിയതാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ തീരുമാനത്തോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സത്യത്തോടൊപ്പം നിൽക്കും, സത്യത്തോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ PB-യിൽ നിന്ന് നടപടിയെടുത്തു എന്നാണ് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. സാറേ, എനിക്ക് ചോദിക്കാനുള്ളത് എന്നാണ് ഈ പാർട്ടിയുടെ വഴിയും സത്യത്തിന്റെ വഴിയും രണ്ടായി തിരിഞ്ഞത്, രണ്ട് ദിശയിലേക്കായത്? ആർക്കു വേണ്ടിയാണ് അങ്ങനെ ആയത്? ഇത് ആലോചിക്കേണ്ട ചുമതല യഥാർത്ഥത്തിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന, ഇടതുപക്ഷ നയങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ മാത്രം മഹാൻ, ബാക്കി എല്ലാവരും മോശം എന്നുള്ള ആക്ഷേപം ആദ്യമായി സഖാവ് കുഞ്ഞികൃഷ്ണൻ കേൾക്കുന്നതല്ല. യഥാർത്ഥത്തിൽ ചോദിക്കുന്നതിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. പ്രാദേശികമായി ഒന്നോ രണ്ടോ പാർട്ടി അംഗങ്ങൾ നേതാക്കൾ നടത്തുന്ന അഴിമതി, അതേക്കുറിച്ചൊരു പരാതി ഉയരുന്നു. അത് സമുന്നതരായ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഈ നേതാക്കന്മാർ പരിശോധിക്കുന്നു. പരിശോധിച്ച ശേഷം അവരെ സംരക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അതിൽ തെറ്റില്ല എന്നാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതല്ലേ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഒരു സാമാന്യത്തിൽ വെച്ച് ആലോചിച്ചാൽ വളരെ ന്യായമായ ചോദ്യമാണ്. നമ്മളും ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഇവരെല്ലാം പരിശോധിച്ചതല്ലേ? ഇവിടുത്തെ ഫണ്ടിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു, രക്തസാക്ഷി ഫണ്ടിന്റെ കാര്യം, രക്തനിർമ്മാണ ഫണ്ടിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു, തിരുവനന്തപുരത്ത് പറയുന്നു, കൊച്ചിയത്ത് പറഞ്ഞു, വയനാട്ടിൽ പറയും, കോഴിക്കോട് പറയും. എന്താണ് ഈ സംഭവിച്ചത്? പാർട്ടി തള്ളിപ്പറഞ്ഞ കൊലപാതകങ്ങൾ, പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്ന് പാർട്ടി തള്ളിപ്പറഞ്ഞ കൊലപാതകങ്ങൾ, അതിലുൾപ്പെട്ട
പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കൊലയാളികളെ, അവരുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല പാർട്ടിക്ക് വന്നു ചേരുന്നത് എങ്ങനെയാണ്? അയ്യപ്പന്റെ സ്വർണം കണ്ടതിൽ ഒരു ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടക്കണം. അത് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അവധിയിലാവുന്നതാണ്. എന്തുകൊണ്ടാണ് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ പാർട്ടിക്ക് വന്നു ചേരുന്നത്? ജയിലിലാക്കിയത് കർണാടകയുടെ പോലീസല്ല, ഉമ്മൻചാണ്ടിയുടെ പോലീസല്ല, സഖാവ് പിണറായിയുടെ പോലീസാണ്. രാഷ്ട്രീയ പ്രേരിതമൊന്നും ആരോപിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ജയിലിൽ കഴിയുന്ന 3 മാസമായി ജാമ്യം നിഷേധിക്കപ്പെട്ട ആൾക്കാരെ പോലും സംരക്ഷിക്കേണ്ടതിരുന്ന ഒരു ബാധ്യത എങ്ങനെയാണ് ഈ പാർട്ടിക്ക് വരുന്നത്? ഇത് നമ്മൾ വളരെ ഗൗരവകരമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് നമുക്ക് ആർക്കെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്തിട്ട് നമുക്ക് കൈകെട്ടിയിരിക്കാൻ കഴിയില്ല. അതിനെ സംബന്ധിച്ച് നിങ്ങൾ ഗൗരവകരമായിട്ട് ആലോചിക്കണമെന്ന് മാത്രമേ എനിക്ക് സത്യത്തിൽ പറയാൻ. ഞാൻ അത് സംബന്ധിച്ചുള്ള ചിന്തകൾ മാത്രം പറഞ്ഞു. അത് എന്റെ ചിന്തകളാണ്. അത് മാത്രം പങ്കുവച്ച് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ തൊട്ടടുത്ത് തലശ്ശേരിയിൽ മലബാർ ക്യാൻസർ സെന്റർ ഒരു വൈദ്യുതി ബോർഡിന്റെ പദ്ധതിയുടെ ഭാഗമായി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വില പരിശോധിക്കാൻ ഒരു കമ്മിറ്റി ഏർപ്പെടുത്തുന്നു. ആ കമ്മിറ്റി പരിശോധിച്ചിട്ട് പറയുന്നു ഭീമാകാരമായ വില വാങ്ങാൻ പറ്റില്ല, എക്സോർബിറ്റന്റ് പ്രൈസ് എന്ന് പറഞ്ഞത്. ഉടൻ അടുത്ത നിർദ്ദേശം വരുന്നു, പരിഗണിച്ചാൽ ഈ വില ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പയറബിൾ ആണ്, താരതമ്യപ്പെടുത്താവുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് മുന്നോട്ട് പോകുന്നു. ഞാൻ ദീർഘമായി അത് പറയുന്നില്ല. ആശുപത്രി വരാൻ തീരുമാനിക്കുന്നു. ആശുപത്രിക്ക് വേണ്ടി ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്നു. മുഖ്യമന്ത്രി ചെയർമാനായ സൊസൈറ്റി, മലബാർ ക്യാൻസർ സെന്റർ സൊസൈറ്റി. ആ സൊസൈറ്റിക്ക് സംസ്ഥാന സർക്കാർ സ്ഥലം കൊടുക്കുന്നു. 100 കോടി രൂപ സ്വീകരിക്കാൻ വേണ്ടി മലബാർ ക്യാൻസർ സെന്റർ സൊസൈറ്റി തലശ്ശേരി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു അക്കൗണ്ട് തുറക്കുന്നു. പക്ഷെ 1 രൂപ പോലും ആ അക്കൗണ്ടിലേക്ക് വന്നില്ല. പകരം ആ സ്ഥലത്ത് ഈ സ്ഥലമുടമയായിട്ടുള്ള മലബാർ ക്യാൻസർ സൊസൈറ്റി ചുമതലപ്പെടുത്താത്ത ഒരു കമ്പനി വന്ന് നിർമ്മാണം ആരംഭിക്കുന്നു. ഫലം 100 കോടിയുടെ സ്ഥാനത്ത് 8 കോടിയുടെ ആശുപത്രി വന്നു. 92 കോടി രൂപ സ്വാഹ. വർഷങ്ങൾക്ക് ശേഷം 2018 പ്രളയം വന്നു. പ്രളയം കെടുതി അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഭവനം നിർമ്മിക്കാൻ വേണ്ടി വിദേശത്തുള്ള റെഡ് ക്രസന്റ് 20 കോടി രൂപ സർക്കാരിന് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ലൈഫ് മിഷൻ എന്ന സ്ഥാപനം അവർ വടക്കാഞ്ചേരി അവരുടെ സ്ഥലത്ത് ഫ്ലാറ്റ് നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. 1 രൂപ പോലും ലൈഫ് മിഷന്റെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല. ലൈഫ് മിഷൻ ചുമതലപ്പെടുത്താത്ത, ഭൂവുടമയായ ലൈഫ് മിഷൻ ചുമതലപ്പെടുത്താത്ത ഏതോ ഒരു നിർമ്മാണ കമ്പനി അവിടെ കയറി കെട്ടിടം പണി ആരംഭിക്കുന്നു. 4 തൂണ് വന്നു. 20 കോടി രൂപ ചെലവായി പോയി. എങ്ങനെയാണ് ഇത് തമ്മിൽ ഇങ്ങനെ ഒരു സാമ്യം വരിക? അത് നമ്മളിവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ പറയും. മോഷ്ടിക്കുന്നവർക്ക് ഒരു പാറ്റേൺ ഉണ്ട്. അതാണ് നമ്മളെ കണ്ടത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇത് കേരളത്തിന് നഷ്ടപ്പെട്ട തുകയാണ്, ഈ നാടിന് നഷ്ടപ്പെട്ട തുകയാണ്. പക്ഷെ ചോദിക്കാൻ പാടില്ല. അത് ചോദിക്കുന്നവൻ കുത്തിത്തിരിപ്പുകാരൻ, അത് ചോദിക്കുന്നവൻ വലതുപക്ഷ മാധ്യമങ്ങളുടെ കോടായിരിക്കും. ചരിത്രത്തിന്റെ ചവിട്ടുകൊണ്ടായി പോകേണ്ടവൻ കുലംകുത്തി ഇതാണ് പറയുന്നത്. എന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളെല്ലാം നട്ടുച്ചയ്ക്ക് നട്ടപ്പാതിനെയാണെന്ന് കണ്ണുളച്ച് ഉച്ചവെയിൽ നിലാവെളിച്ചമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണം. അങ്ങനെ നീങ്ങിയാലേ നിങ്ങൾ ഇടതുപക്ഷ പ്രവർത്തകരാകൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. സത്യം പറയുന്നതിനേക്കാൾ വലിയ വിഭവ പ്രവർത്തനമില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ നാട്ടില് ഇവിടെ മറുപടി പറയുന്നവരോട് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ അന്വേഷിക്കണം. പയ്യന്നൂരിന് വലിയ ഉത്തരവാദിത്വം. 1/2 നൂറ്റാണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച ഒരു സഖാവ് പുറത്തു വന്ന് നമ്മളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ആത്മാവ് പറയുന്നത് ശരിയുള്ളവർ കേൾക്കട്ടെ. നന്ദി.
അടുത്തതായി പുസ്തകം ഏറ്റുവാങ്ങിയ വി എസ് അനിൽകുമാർ സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. പ്രിയരെ സഖാക്കൾ, ശ്രീ വി കുഞ്ഞികൃഷ്ണന്റെ പാർട്ടികളുടെ എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഈ വേളയിൽ അത് ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ വലിയ അഭിമാനവും സന്തോഷവും ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഈ പുസ്തകം വായിച്ചപ്പോൾ ഇതിന്റെ മൊത്തത്തിലുള്ളൊരു ടോൺ, അതൊരു ആന്തരികമായ വികാരം എന്ന് പറയുന്നത് ഒരു ആക്രോശമല്ല, എതിർശക്തിയോട് തന്റെ എതിർപ്പുകൾ മുഴുവൻ പറഞ്ഞ് ആക്രോശിക്കുന്ന രീതിയല്ല, മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ 50 വർഷമായി ഒരു രാഷ്ട്രീയ കക്ഷിയിൽ വിശ്വസിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ആത്മാർപ്പണം ചെയ്ത ഒരു സഖാവ് പാർട്ടിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ പാർട്ടി വഴിതെറ്റിയാണ് പോകുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഉണ്ടായ പരുക്കുകളിൽ വിലപിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. തന്റെ യത്നം, തന്റെ പ്രയത്നം, തന്റെ സതുദ്ദേശം ഇങ്ങനെ ആയിപ്പോയതിനൊരു വേദനയാണ് ഈ പുസ്തകത്തിന്റെ ആന്തരികമായ വിചാരമായിട്ട് എനിക്ക് തോന്നിയത്. ഇത്തരം പ്രവർത്തനങ്ങൾ സംഭവിക്കുമ്പോൾ, വളരെ അപൂർവമായി സംഭവിക്കുമ്പോൾ പാർട്ടി നേതൃത്വം സ്ഥിരമായി പറയാറുള്ളൊരു കാര്യമാണ് ഇതെല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് പോകുന്നത്. ചരിത്രം അങ്ങനെ ചവറ്റുകുട്ടം സൂക്ഷിക്കുന്നില്ല, ഭരണീയാണ്. എല്ലാം ശേഖരിച്ചു വെക്കുന്ന, നടന്ന കാര്യങ്ങൾ മുഴുവൻ ശേഖരിച്ചു വെക്കുന്ന ഒരു സംഭരണിക്കാണ് നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ആവശ്യമുള്ളതും ആവേശമുണ്ടാക്കുന്നതുമായ കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കും. നമുക്ക് അറിവുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് വാരിയെടുക്കും. അപ്പൊ അത്തരം ചവറ്റുമുട്ടയിലേക്ക് പോവുക എന്നുള്ള പ്രയോഗം ഒരു പാർട്ടി സെക്രട്ടറി പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു പാർട്ടി പൊതുവായി പറഞ്ഞാലോ അങ്ങനെ ചവറ്റുമുട്ടയിലേക്കൊന്നും ആരും പോകില്ല. അങ്ങനെ പോയി എന്ന് അവർ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ ചിന്തകളിലുണ്ട്, നമ്മുടെ ആവേശങ്ങളിലുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. നേരത്തെ ജോസഫ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ടി പി ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിച്ചിട്ട് ചവറ്റുകുട്ടയിലേക്ക് തള്ളിക്കളയാൻ ശ്രമിച്ചതാണ്. എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്നാണ് VS ഈ പുസ്തകം ശ്രീ സഖാവ് കുഞ്ഞികൃഷ്ണൻ ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ആ VS അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരൻ മരിച്ചപ്പോൾ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോ അത്തരത്തിൽ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളുക എന്ന ഏർപ്പാടില്ല. അതിനർത്ഥം വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവരുടെ ഭാഷയിൽ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് അവർ എറിഞ്ഞു എന്നാണ് അർത്ഥം. 2 വർഷം മുമ്പ് കൊടുങ്ങല്ലൂരിൽ പുകാസ പുരോഗമന സംഘം ഒരു പരിപാടി നടത്തിയപ്പോൾ ആ പരിപാടിക്ക് പേരിട്ടത് MNPGN സ്മൃതി യാത്ര എന്നാണ്. പുരോഗമന സംഘം അവരെവിടെ ചർച്ചയ്ക്കുന്നുണ്ടോ, അവരുടെ പുരോഗമനമുണ്ടോ, കാര്യമുണ്ടോ നമുക്കറിയില്ല. അങ്ങനെ കലാസംഘം പാർട്ടി, അന്നത്തെ പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവർ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ MNPGN മാഷിനെ സ്മൃതി യാത്ര നടത്തുകയുണ്ടായി. MNPGN മാഷിനെ അനുസ്മരിക്കാത്ത ഒരു ദിവസവും നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ കടന്നു പോകുന്നില്ല. കാരണം അവർക്ക് നേര് പറഞ്ഞവരാണ്. VS അച്യുതാനന്ദൻ നേര് പറഞ്ഞ ആളാണ്.
നേര് പറയുന്നവൻ ചിലപ്പോൾ നേര് പറയുന്നവർക്ക് ചിലപ്പോൾ തിരിച്ചടികൾ നേരിടേണ്ടി വരും. പക്ഷെ പിൽക്കാലത്ത് എപ്പോഴെങ്കിലും ആ നേരാണ് ശരി, അതാണ് ശരി, അതോ ആ പറഞ്ഞതാണ് ശരി എന്നുള്ളൊരു ബോധ്യം ജനങ്ങൾക്കുണ്ടാവുന്നു. ഇപ്പോഴും ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഈ പുസ്തകത്തിൽ ഒരു നിഷ്കളങ്കമായ ചോദ്യം ചോദിക്കുകയാണ്. എങ്ങനെയാണ് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കളവ് പറയാൻ നേതാക്കന്മാർ ഒരുപാടുണ്ട്. കളവ് പറയാൻ കാട്ടുകള്ളന്മാർ എന്ന പ്രയോഗം പുസ്തകത്തിലുണ്ട്. എങ്ങനെയാണ് ഇവർ കളവ് പറയുന്നത്? അതാണ് അധികാരത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അധികാരത്തിൽ ഉള്ളടങ്ങിയ സ്വഭാവം എന്ന് പറയുന്നത് കളവ് പറയും, നിലനിൽപ്പിനായി യുദ്ധം ചെയ്യും, കൊലപാതകങ്ങൾ ചെയ്യും, വീണ്ടും കളവ് പറയും. അതാണ് അധികാരത്തിന്റെ രീതി. അധികാരം എന്ന് പറയുന്നത് ദുഷിപ്പിക്കും. സമഗ്രാധികാരം സമഗ്രമായി ദുഷിപ്പിക്കുമെന്നുള്ള പ്രസിദ്ധമായ വാചകമുണ്ട്. കളവ് പറയും. ഏതാണ്ട് 1 കോടി രൂപയോളം ആണിപ്പോ കളവ് പറഞ്ഞ് ഒതുക്കി വെച്ചിരിക്കുന്നത്. 1 കോടി 92 ലക്ഷം 92 ലക്ഷം 1 കോടി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 25 ലീഫുള്ള ഒരു റെസീപ്റ്റ് ബുക്കിൽ നിന്ന് ഒരാൾ പിരിച്ചെടുത്തത് 20 ലക്ഷം രൂപയാണ്. നമ്മളൊക്കെ പിരിപ്പിക്കാൻ പോയിട്ടുണ്ട്. പിരിപ്പിക്കാൻ പോയ ഓരോ വീടുണ്ട്. പിരിക്കാത്ത വീട് പോയി 50 പൈസ എടുക്കുക. ഇപ്പോ 100 രൂപ 150 രൂപ 200 രൂപ 500 രൂപ 1000 രൂപ കൊടുക്കുക. 25 ലീഫിൽ നിന്ന് പുസ്തകത്തിൽ ഒരു റെസീപ്റ്റ് ബുക്കിൽ നിന്ന് 20 ലക്ഷം രൂപ വെച്ചെടുത്ത കണക്കിൽ കാണുന്നു. അതൊരു വിദ്യയാണ്. അപ്പോ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ചങ്ങാത്ത മുതലാളിത്തം എന്നാൽ എന്തെന്നാൽ ആർക്കെങ്കിലും പ്രായോഗികമായി പഠിക്കണമെങ്കിൽ അത് കേരളത്തിലെ ചില പാർട്ടി നേതാക്കളെ പരിശോധിച്ചാൽ വലിയ ഗവേഷണ പ്രബന്ധം തന്നെ തയ്യാറാക്കാൻ സാധിക്കും. എന്താണ് ചങ്ങാത്ത മുതലാളിത്തം? ഇതിൽ നിന്ന് പഠിക്കണമെങ്കിൽ ചില നേതാക്കന്മാരുടെ ജീവിതശൈലി, അവരുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയതാണ്. മുതലാളിമാരും സർക്കാരും ഉണ്ടാക്കുന്ന സവിശേഷമായ കൂട്ടുകെട്ടാണ് ചങ്ങാത്ത മുതലാളിത്തം. അത് അമേരിക്കയിൽ ട്രംപും മസ്കും തമ്മിലാണ്, ഇന്ത്യയിൽ മോദിയും അദാനിയും ഉപാധിയും തമ്മിലാണ്, കേരളത്തിൽ പലരും തമ്മിലാണ്. ഇവിടെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് ഗൗരവമുള്ള വിഷയങ്ങളെയല്ല. സാധാരണ ജനങ്ങളുടെ വിഷയങ്ങൾ ചിന്താപരിധിയിൽ വരുന്നതില്ല. അപ്പോ ഈ സംഭവം പറഞ്ഞപ്പോൾ ഒരു സഖാവൻ പറഞ്ഞതാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിന് സമയത്ത് പറയാൻ പാടില്ലായിരുന്നു. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, 1 കൊല്ലം ആശാ പ്രവർത്തകർ അവിടെ സമരം ചെയ്തിരുന്നു. കുറച്ച് രൂപ ശമ്പളത്തിൽ കൂട്ടി കിട്ടാൻ വേണ്ടി 1 കൊല്ലം മുഴുവൻ അവരെ വെയിലും മഴയത്തും എല്ലാ കാലാവസ്ഥയിലും അവർ തിരുവിലും അലഞ്ഞ് തിരുവി കിടന്ന് സമരം ചെയ്തിരുന്നു. അപ്പോഴത്തെ അവരെ പാട്ടപ്പിന്നുകാരും മറ്റേ പല അസഭ്യങ്ങളും പറഞ്ഞ് നേരിട്ട ഒരു പാർട്ടിയുടെ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ ആശാവർക്കർമാർക്ക് 1000 രൂപ അധികം ആക്കിയിട്ട് അത് തെരഞ്ഞെടുപ്പ് വേണ്ടിയിട്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടിയിട്ടാവാം, ഇവർക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടിയിട്ടായിക്കൂടാ എന്നുള്ളത് ഒരു വിചിത്രമായ ന്യായമാണ്. അങ്ങനെ വിചിത്രമായ കത്ത് കഴിഞ്ഞാൽ തന്നെ നിൽക്കാൻ കഴിയും. വിചിത്രമായ ന്യായങ്ങളാണ്. പാർട്ടി കടത്ത് ഏഷ്യാനെറ്റിനെ ബോധിപ്പിക്കാനില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. മാധ്യമങ്ങളോട് പറയാനില്ല എന്നാണ് പറഞ്ഞത്. മാധ്യമങ്ങളോട് പറയും. ഈ മാധ്യമങ്ങളോട് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കുന്ന ഈ ഫോട്ടോഗ്രാഫർമാരോടും ലേഖകന്മാരോടും പറയുക എന്നല്ല അർത്ഥം. മാധ്യമങ്ങളോട് പറയുക എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് അർത്ഥം. കോവിഡ് കാലത്ത് കോവിഡ് രക്ഷാപ്രവർത്തനങ്ങളെക്കാൾ കൊണ്ടാടാൻ ഇവർ ശ്രമിച്ചത് ദിവസവും വൈകുന്നേരം 5 മണിയാകുമ്പോൾ മുഖ്യമന്ത്രി വന്ന് വാർത്താ സമ്മേളനം നടത്തി. ഇത് പറയാണ്ടിരുന്നൂടെ?
അപ്പോ ചില കാര്യങ്ങൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളോട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നൊരു മാധ്യമമാണ്. പാർട്ടിക്ക് സ്വന്തമായ അന്വേഷണ സംവിധാനമുണ്ട്, പാർട്ടിക്ക് സ്വന്തമായ ശിക്ഷാവിധികളുണ്ട്. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ജനാധിപത്യം എന്നുള്ള സംഭവത്തിന്, ജനാധിപത്യത്തിലുള്ള ആശയത്തിന് വലിയ പരിക്കുകൾ വരും. അങ്ങനെ പരിക്കുകൾ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. മരിച്ചുപോയ ശ്രീനിവാസൻ തന്റെ അഭിമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, വളരെ വലിയ കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുത്തവരുടെ സ്വേച്ഛാധിപത്യമാണ് എന്ന്. തിരഞ്ഞെടുത്തവരുടെ സ്വേച്ഛാധിപത്യമാണ് എന്നാണ്. അതാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത്. ഒരു തരത്തിലും എതിർ ശബ്ദങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാത്തൊരു വിചിത്രമായ സംവിധാനമാണ് നമ്മുടെ സർക്കാരിന്റെ പാർട്ടിയും എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തരം എതിർ ശബ്ദങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ അടിച്ചമർത്താനും അതിനെ വളരെ മോശമായി ചിത്രീകരിക്കേണ്ടത് പണ്ടുകാലത്തേയുണ്ട്. ശ്രീനിവാസന്റെ സന്ദേശമെന്ന സിനിമയിൽ വളരെ പ്രൊഫറ്റിക്കായിട്ട് അദ്ദേഹം പറയുന്നില്ല, സന്ദേശമെന്ന സിനിമയിൽ പറയുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു പെണ്ണുകൾപ്പെട്ടില്ല, അങ്ങനെ അടക്കിയില്ല എന്ന് പറയുന്നത്. അതൊക്കെ വളരെ പ്രസക്തമായ കാര്യമാണ്. അപ്പൊ അങ്ങനെ സഖാവ് ഉണ്ണികൃഷ്ണനെ പലതരത്തിൽ ഗ്രാറ്റുവിറ്റി വാങ്ങി എന്നതാണ് ഒരു ആരോപണം. ഗ്രാറ്റുവിറ്റി വാങ്ങാനുള്ളതാണ് എന്നിവർക്കറിയാം, ഗ്രാറ്റുവിറ്റി വാങ്ങാനുള്ളതാണ് എന്നിവർക്കറിയാം. പക്ഷേ ഗ്രാറ്റുവിറ്റി വാങ്ങി 20 ലക്ഷം രൂപ വാങ്ങി എന്നുള്ളത് 92 ലക്ഷം രൂപ കട്ടു എന്നുള്ളത് മറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അത് ഉന്നയിക്കുന്നത്. അഥവാ 2010 മറ്റോ വിരമിച്ച ഇദ്ദേഹം ഗ്രാറ്റുവിറ്റി വാങ്ങിയതിൽ എന്തെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ അന്ന് അത് ഉൾപ്പാക്കുന്നതല്ലേ, 2025 തന്നെ പറയുക. പെട്ടെന്ന് ഒരു സഖാവ് ഉണ്ണികൃഷ്ണന്റെ മേലൊരു ആരോപണമാണ്. അത് ചോദ്യം ചെയ്തതിനാണ് ഈ കാട്ടുകള്ളന്മാർക്ക് എതിരായുള്ള ഈ ശബ്ദമുയർത്തുന്നതിനാണ് ഈ കുഞ്ഞുകൃഷ്ണൻ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് എനിക്ക് അത്ഭുതമാകുന്നു ഇത്രയും വലിയ തുക ഒരു കണക്കിലും കാണിക്കാതെ സഹകരണ ബാങ്കുകളുടെ ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം മുഴുവൻ കണക്കിൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്റെ ഒരു സുഹൃത്തായി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പുണ്ട്. ഒരു സ്കൂളിൽ കലോത്സവം നടത്തുന്നു, കലോത്സവത്തിന്റെ ട്രഷറർ അധ്യാപകനാണ്. അധ്യാപകന് ഈ സാമ്പത്തികമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുന്നത്. കലോത്സവം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, കണക്കുകളില്ല. എല്ലാവരും ഉൾക്കൊടുക്കാൻ തുടങ്ങി, ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ കലോത്സവത്തിന് ഞാൻ ഇപ്പം തരാം, നാളെ തരാം, മറ്റന്നാൾ തരാം, ഒരു റെസീറ്റ് കൂടി കിട്ടാൻ ഇപ്പം തരാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഈ സ്റ്റാഫ് റൂമിലെ ഒരു അലമാര കുത്തി തുറന്ന് എന്തൊക്കെയോ കളവ് പോയി. ഒരു സ്കൂളിൽ പൈസ ഒന്നും ഉണ്ടാവില്ല, കള്ളമാര വന്ന് നോക്കിയാലും സാധനം ഉണ്ടാവില്ല, കളവ് പോയി. പിറ്റേ ദിവസം കലോത്സവത്തിന്റെ കണക്കുകളെ ചോദിച്ചപ്പോ ഈ അധ്യാപകർ ചിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ, കണക്കം തന്നെ അലമാരയിൽ വെച്ചിട്ട് ആരോ കട്ടുകൊണ്ടുപോയി. അപ്പൊ ഇങ്ങനെ കണക്കുകൾ ചോദിക്കുമ്പോൾ മറ്റെന്തെങ്കിലും പറയുന്ന രീതി അത് തീർച്ചയായും അഴിമതിയുടെ രീതിയാണ് എന്ന് പറയും. തമിഴ്നാട്ടിൽ വലിയൊരു കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു, വലിയ ശുദ്ധനായ കമ്മ്യൂണിസ്റ്റുകാരൻ ജീവാനന്ദം, സുഖാമി തോഴർ ജീവാനന്ദം എന്നാണ് പറയുന്നത്. ചെന്നൈയിൽ ദ്രാവിഡ പാർട്ടികളുടെ നേതാക്കന്മാരൊഴിച്ച് മറ്റേതെങ്കിലും പാർട്ടിയുടെ നേതാവിന്റെ പ്രതിമയുണ്ടെങ്കിൽ അത് ഈ ജീവാനന്ദത്തിനാണ്. താമരത്തെ താമര മാർക്കറ്റിൽ ജീവാനന്ദത്തിന് ഒരു പ്രതിമയുണ്ട്. അദ്ദേഹം ഒരിക്കൽ തിരുവള്ളിക്കേരി അഥവാ ട്രിപ്പിളിക്കേരി എന്ന് അറിയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് മദ്രാസ് സെൻട്രലിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോവുകയാണ്. കയ്യിലൊരു ഭാരമുള്ള സഞ്ചിയുമുണ്ട്.
അപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ മനസ്സിലായ ഓട്ടോറിക്ഷക്കാരൻ അദ്ദേഹത്തെ നിർത്തിയിട്ട് തോഴെ വരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ജീവാനന്ദൻ പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ നിന്റെ ഒപ്പം വന്നു കഴിഞ്ഞാൽ നിനക്ക് തരാൻ എനിക്ക് പൈസയില്ല, നിനക്ക് ഒരു ഓട്ടം നഷ്ടമാവുകയും ചെയ്തു, നീ പോയിപ്പോൾ ഞാൻ ഏതായാലും നടത്താൻ തീരുമാനിച്ചതാണ്. ഇതേപോലത്തെ ഒരു കഥ നമ്മുടെ സഖാവ് സി കനാടിനെ കുറിച്ചുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ തൊഴിലാളികളുടെ നേതാവായ സി കനാടിനെ കുറിച്ചുണ്ട്. പക്ഷേ ഇതാണ് തുടരുന്നു. അദ്ദേഹം ഉയർത്ത് 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഉയർത്ത് വിളിച്ച് മദ്രാസ് സെൻട്രൽ സ്റ്റേഷനിലെത്തുന്നു. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ അപ്പോൾ ചോദിക്കുന്നു, ഇത് മുഴുവൻ നടക്കണം, കാരണം ഇത് സഞ്ചിക്കാറുണ്ടല്ലോ, അതിൽ പൈസയില്ല. പക്ഷെ അത് ജനങ്ങളിൽ നിന്ന് പിരിച്ച പൈസയാണ്. എനിക്ക് പാർട്ടി ഓഫീസിൽ ഏൽപ്പിക്കണം. എന്റെ കയ്യിൽ 1.5 രൂപയുണ്ട്, സെൻട്രലിലെത്തിയാൽ ഒരു ചായയും 2 ഇഡ്ഡലിയും തിന്നണം, അതുകൊണ്ട് ഈ പൈസയിൽ ഞാൻ ഒന്നും എടുക്കില്ല എന്ന് പറഞ്ഞ് മുഴുവൻ നടന്നിട്ട് സെൻട്രലിലെത്തിയിട്ട് അദ്ദേഹം വണ്ടി കയറി പോയി എന്നാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് ബോധമാണ്. പിരിച്ച പൈസയ്ക്ക് കണക്ക് കൊടുക്കാത്ത ബോധമല്ല. പിരിച്ച പൈസ, ജനങ്ങളിൽ നിന്ന് പിരിച്ച പൈസ, അതെന്റെ ഉത്തരവാദിത്തമാണ്, അത് ശരിയായ സ്ഥലത്ത് എത്തിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. ആ തോന്നൽ അല്ലെങ്കിൽ ആ വിശ്വാസം അല്ലെങ്കിൽ ആ പ്രവർത്തനം ആണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഇന്ന് രാവിലത്തെ നടത്തം കഴിഞ്ഞ് വന്നപ്പോ അതുവരെ ഇന്നലെ വരെ എന്നോട് ഈ പാർട്ടിക്കാരനാണ്, പാർട്ടി അനുഭാവിയാണ് ഒക്കെ പറഞ്ഞ ആള് ഇന്ന് രാവിലെ എന്നോട് മാഷെ നിങ്ങൾക്ക് ജോലി കൊടുത്ത പാർട്ടിയല്ലേ, അത്തയ്യുമ്പോൾ ഞങ്ങൾക്ക് ശമ്പളം കൊടുത്ത പാർട്ടിയല്ലേ, നന്ദി ഒരു കാണിക്കാവൂല. ജോലി കൊടുത്തതും ശമ്പളം കൊടുത്തതും വെറുതെ ഇരിക്കാനല്ലോ, പണിയെടുക്കാനല്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ പണിയെടുത്ത് അത്രയും കൊല്ലം പണിയെടുത്ത്. ഞാൻ ചോദിച്ചു, തെറ്റുകൾ കണ്ടാൽ പ്രതികരിക്കാത്തത് കമ്മ്യൂണിസ്റ്റാണ്? അതല്ല, തെറ്റുകൾ കണ്ടപ്പോൾ പ്രതികരിച്ചു എന്നതാണ് അദ്ദേഹം ചെയ്ത ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം. അതുകൊണ്ട് ഇതിൽ ഞാൻ ആരുടെ പക്ഷത്താണെന്ന് ചോദിച്ചാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പക്ഷത്താണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു വല്ലാത്ത ഇത് പയ്യന്നൂരിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്, അദ്ദേഹത്തിന് പയ്യന്നൂരാണ് പരിചിതല്ലേ. ഇപ്പൊ കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്നത് ഒരു കുംഭസാരമാണ്. കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിൽ നടത്തുന്ന ഇത്തരം അഴിമതി പ്രവർത്തനങ്ങളെ കുറിച്ച് പാർട്ടിയുടെ വിശദീകരണങ്ങൾ അതുപോലെ ഉൾക്കൊണ്ട്, ഉറച്ച പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ അതുപോലെ ഉൾക്കൊണ്ട് അണികളോട് വിശദീകരിക്കാൻ പോലും ഞാൻ തയ്യാറായിട്ടുണ്ടെന്നാണ്. പക്ഷെ പയ്യന്നൂരിൽ പുളിയാണ്. അണ്ടിയുടെ എടുക്കുമ്പോൾ മാങ്ങയുടെ പുളി എന്ന് പറയുന്നത്. അണ്ടിയുടെ എടുക്കുമ്പോൾ സഹാബിന് മാങ്ങയുടെ പുളി മനസ്സിലായി. ഇതാ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അദ്ദേഹം നല്ലൊരു ഓഡിറ്ററായതുകൊണ്ട്, സത്യസന്ധനായ ഓഡിറ്ററായതുകൊണ്ട് അദ്ദേഹം അതുകൊണ്ട് പരിശോധിക്കുകയും ഇടതു എന്നൊരു സീറ്റ്, ഇടത് എന്ന് വേറൊരു സീറ്റിൽ ഇങ്ങനെ രസകരമായ കുറെ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും ചെയ്തു. ഒരേ കാര്യത്തിൽ സംഭാവന വിളിക്കാൻ നോക്കുമ്പോൾ ഇടതു ഉദാരം, ഇടത് ചന്ദ്രകല എന്ന 2 തരം റസീറ്റുകൾ കാണുമ്പോഴാണ് അദ്ദേഹത്തിന് ബുദ്ധന്റെ പോലെ ബോധോദയം ഉണ്ടാകുന്നത്. ഇതെന്തോ തട്ടിയുണ്ടല്ലോ. അങ്ങനെ ബുദ്ധനായി തീരുക. ബുദ്ധത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബുദ്ധത്വം എന്ന് പറയുന്നത് കൊട്ടാരങ്ങളും സുഖസൗകര്യങ്ങളും ഉപേക്ഷിക്കാനുള്ള തന്റെ ഇടത്തിനാണ് ബുദ്ധത്വം എന്ന് പറയുന്നത്. കൊട്ടാരങ്ങളും സുഖസൗകര്യങ്ങളും പ്രതാപങ്ങളും പണവും എല്ലാം ഉപേക്ഷിക്കാനുള്ള ഒരു വലിയ മനസ്സിനാണ്, ഒരു വലിയ കരുത്തിനാണ്, മാനസികമായ കരുത്തിനാണ് ബുദ്ധത്വം എന്ന് പറയുന്നത്. ആ ബുദ്ധത്വം ഇ പി ചന്ദ്രശേഖരനുണ്ടായിരുന്നു, MN വിജയന്മാർക്കുണ്ടായിരുന്നു. അതുപോലെ ഇനിയും വേറെ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിൽ നിന്ന് ഉയർന്നു പോയേക്കാവുന്ന സഖാവ് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ വേണ്ട എന്നിട്ട് തന്റെ ഈ പ്രവർത്തനം പാർട്ടിയെ ചെറിയ തോതിലെങ്കിലും തിരുത്തുമെങ്കിൽ അത് വലിയ കാര്യമാണെന്ന രീതിയിലാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ രേഖപ്പെടുന്നത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരു വാദനമുണ്ട്. അതിന് എത്ര ആൾ ചോദിക്കുമെന്ന് എനിക്കറിയാം.
ഇതിനേക്കാൾ നല്ല പാർട്ടി കേരളത്തിലില്ല. അത്രമാത്രം ഈ പാർട്ടിയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രചനയിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇതിനേക്കാൾ നല്ലൊരു പാർട്ടി കേരളത്തിൽ. അതുകൊണ്ടാണ് ഇതിനാണ് തിരുത്തുന്നത്. ഇതിനേക്കാൾ നല്ലൊരു പാർട്ടി കേരളത്തിലില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് അഗ്നികത്തിൽ വർക്കത്ത് വെട്ട താറാവിന് മുന്നേ വൈലോപ്പിള്ളികൾ കല്ലേത് താറാവ് മുട്ട വെച്ച് അടയിരുന്ന മുട്ടകളൊക്കെ വിരിഞ്ഞു വന്നു. താറാവ് മുട്ടകളൊക്കെ വെള്ളത്തിലേക്ക് പോകാൻ ഒരു മുട്ട മാത്രം വിരിയുന്നില്ല. ഒന്ന് പിന്നെയും 2-3 ദിവസം കഴിഞ്ഞാണ് വിരിഞ്ഞത് ഒരു വൃത്തികെട്ട താറാവിന് മുന്നേ വിരിഞ്ഞു വന്നു. എല്ലാവരും അതിനെ പരിഹസിച്ചു. അമ്മയും സഹോദരങ്ങളും എല്ലാം പരിഹസിച്ചു. ഇങ്ങനെ ഈ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എന്റെ ജന്മം എന്താണ് ഇങ്ങനെയായിപ്പോയത് എന്ന് വിലപിച്ചുകൊണ്ട് കുറച്ചുനാൾ കഴിഞ്ഞിട്ട് അതിങ്ങനെ വളർന്നു വരുന്നു. അതിനുണ്ടായ മാറ്റങ്ങൾ അത് കാണുന്നില്ല. പെട്ടെന്നാണ് കുറേ അരയന്നങ്ങൾ ആകാശത്തോടുകൂടി പറന്നു പോകുന്നത്. നല്ല സൗന്ദര്യം വർഷത്തിൽ കെട്ട ഒന്നും കൊള്ളാത്ത വൃത്തികെട്ട താറാവിനെ കണ്ടപ്പോൾ ആ അരയന്നങ്ങളൊക്കെ പറന്ന് താഴ്ന്ന് അതിൻ്റെ അടുത്ത് വന്നിരുന്നു. അതിന്റെ സമീപത്തുള്ള പുഴയിലേക്ക് നോക്കിയപ്പോഴാണ് താറാവിനെയാണ് മനസ്സിലായത്. പ്രവർത്തനങ്ങൾ കൊണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മേലാളന്മാർക്ക് വർക്കത്തിലെട്ടതായി തീരുന്ന ധീരന്മാരായ മനുഷ്യർ പിന്നീട് ചരിത്രത്തിലേതോ സന്ധികളിൽ വെച്ചിട്ട് വളരെ മനോഹരമായ അരയന്നങ്ങളായി പറന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരമൊരവസ്ഥയിലേക്ക് വി കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ള എതിർശബ്ദങ്ങൾ കേൾക്കുന്ന മനുഷ്യർ ഈ പാർട്ടിയെ തിരുത്തുകയും ആ പാർട്ടിയിൽ നടക്കുന്ന കൊള്ളരുതായ്മകളെ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്കുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ നേതാക്കന്മാരെ ഉണ്ടാക്കുന്നത് ഒരുപാട് വർഷങ്ങളുടെ അനുഭവം കൊണ്ടാണ്. അതുകൊണ്ട് നേതാക്കന്മാരോട് കളിക്കുന്നത് സൂക്ഷിക്കുക വേണമെന്ന് പിണറായി വിജയനോട് അവർ പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന്റെ കമന്റ് ചെയ്യുന്നു. അദ്ദേഹം അങ്ങനെയാണെങ്കിൽ തിരുത്തലൊക്കെ വലിയ പ്രയാസമായിരിക്കും എന്നാണ്. തിരുത്തലൊക്കെ വലിയ പ്രയാസമായിരിക്കും എന്നാണ്. അതുകൊണ്ട് ഈ ഒരു നടപടിയിലൂടെ അത് ഓർമ്മിക്കുന്ന ഓരോ കാര്യം നിങ്ങൾ പാർട്ടിക്ക് എതിര് പറഞ്ഞോളെ എതിര് പറഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ CPM 64 CPM ഉണ്ടായത് കുറച്ചു പേര് പാർട്ടി തീരുമാനം ലംഘിച്ച് പുറത്തു വന്നുകൊണ്ടാണ്. അതെപ്പോഴും ഇക്കാര്യത്തിൽ എപ്പോഴും CPM നേതാക്കൾ മറക്കുന്ന ഒരു കാര്യം, കുറച്ചു പേര് 32 പേര് പാർട്ടി തീരുമാനം ലംഘിച്ചുകൊണ്ട് പൊതുവായ തീരുമാനം ലംഘിച്ചുകൊണ്ട് പുറത്തു വന്നപ്പോഴാണ് CPM എന്നുള്ള പാർട്ടി ഉണ്ടായത്. അത് നേരിന്റെ മാർഗമാണെങ്കിൽ ഇനിയും അത്തരം നേരിന്റെ മാർഗങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. രണ്ടുപേരുടെയും പ്രസംഗങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. അധ്യക്ഷനായി കാര്യങ്ങൾ അവസാനം സൂചിപ്പിക്കാം എന്ന് തുടക്കത്തിൽ പറഞ്ഞതാണ്. നീണ്ട 2 വർഷക്കാലം പാർട്ടിക്കാലത്ത് നടത്തിയ പോരാട്ടങ്ങൾ കൊണ്ട് ഫലമുണ്ടായില്ല എന്ന സാഹചര്യത്തിലാണ് പുറത്തു പറയാൻ, പാർട്ടി ചട്ടക്കൂടിന് പുറത്തു പറയാൻ നിർബന്ധിക്കപ്പെട്ടത് എന്ന് ഞാൻ എന്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് പുറത്തു പറഞ്ഞ സമയത്തെക്കുറിച്ച് പലരും വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒരു
തെരഞ്ഞെടുപ്പിന് മുമ്പിലാണ് കേരളം എത്തിച്ചേരുന്നത്. അത്തരമൊരു സന്ദർഭത്തിൽ ഇങ്ങനെയൊരു തുറന്ന പറച്ചിൽ എതിരാളികൾക്ക് മേൽക്കൈ നേടാൻ അവസരമൊരുക്കില്ലേ എന്ന് ചിന്തിക്കുകയും അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യുന്ന ഒട്ടേറെ സഖാക്കൾ എന്നെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. നേരത്തെ അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ പല ഭാഗത്തും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നത് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയപ്പോൾ പാർട്ടി വേദികളിൽ ആ കാര്യങ്ങൾ ഉന്നയിക്കുകയും ആ വിഷയത്തെക്കുറിച്ച് നേരിട്ട് ബോധ്യമില്ലാത്തത് കൊണ്ട് പാർട്ടി പറയുന്ന വിശദീകരണം വിശ്വസിക്കുകയും അത് കീഴെ വിശദീകരിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചിലത് വിശദീകരണം വിശ്വാസയോഗ്യമല്ലാതിരുന്നിട്ടും അതിനെതിരെ പരസ്യമായി പ്രതികരിക്കാൻ സാധിക്കാത്ത അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ CKPയുടെ വിഷയം നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്താണല്ലോ, കുഞ്ഞമംഗലം പഞ്ചായത്ത്. CKPക്കെതിരെ നടപടിയെടുക്കുമ്പോ പാർട്ടി സംസ്ഥാന കമ്മിറ്റി തന്നെ കീഴെ വിശദീകരിച്ചത് കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്നത് മാത്രമാണ്. ആ ജാഗ്രത കുറവിന് ഇത്രയും വലിയ ശിക്ഷ വേണമായിരുന്നോ എന്ന കാര്യം ഞാൻ മാത്രമല്ല, ഈ പാർട്ടിക്കകത്ത് ഒട്ടനവധി സഖാക്കൾ ആ ചോദ്യം ഉന്നയിച്ചതാണ്. പക്ഷെ അതിലൊന്നൊരു തൃപ്തികരമായ, ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മറുപടി ലഭിച്ചില്ല എന്നത് മറ്റൊരു കാര്യം. മാത്രമല്ല, CKP തന്നെ ആ നടപടി ഏതാണ്ട് അംഗീകരിക്കുന്ന രീതിയിൽ ഉള്ളിൽ തന്നോട് എതിർപ്പുണ്ടെങ്കിലും പരസ്യമായി പ്രകടിപ്പിക്കാതെ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണല്ലോ സ്വീകരിച്ചത്. അതുപോലുള്ള വിഷയങ്ങൾ വലിയ വിഭാഗം പാർട്ടി സഖാക്കൾക്കിടയിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വ്യത്യസ്ത കാരണങ്ങളാകാം. നേതൃത്വത്തിൽ നിലപാടുകളുണ്ടാകും, പ്രാദേശിക വിഷയങ്ങളുണ്ടാകും. പക്ഷെ കേരളത്തിലാകെ ഈ അസംതൃപ്തി വളർന്നു വരുന്നു എന്നത് എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. പയ്യന്നൂരിലെ സംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന അസംതൃപ്തിയാണ് കാരയിൽ, ഈ പയ്യന്നൂർ നഗരസഭയിൽ, ഈ പയ്യന്നൂർ വില്ലേജിൽ, കാരാപ്രദേശത്ത് അവിടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സഖാവ് C. വൈശാഖ് രാജിവെച്ച്
മത്സരിക്കാനിടയാക്കിയതും വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതും പാർട്ടിയും LDF-ഉം അവിടെ 3-ാം സ്ഥാനത്തേക്ക് പോയതും എന്നത് നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ്. ഈ പാർട്ടി തകർന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. നേരത്തെ അനിൽകുമാർ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പാർട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ നിലവിലുള്ളതിൽ മെച്ചപ്പെട്ട പാർട്ടിയാണെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത, പാർട്ടിക്കകത്ത് സംഭവിക്കാൻ പാടില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അത് തിരുത്തി മുന്നോട്ട് പോയാല് ഈ പാർട്ടിക്ക് ജനവിശ്വാസമാർജിക്കാനും ഈ പാർട്ടിക്ക് മുന്നേറാനും സാധിക്കൂ എന്നതാണ് എന്റെ ബോധ്യം. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പോരാട്ടം പാർട്ടിക്കകത്ത് നടത്തിയത്. 2026 ഈ വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്റെ ആഗ്രഹവും അത് തന്നെയാണ്. കാരണം ഈ കേരളം ഈ കാണുന്ന നിലയിലേക്ക് വളർന്നു വന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 57 മുതൽ ഇങ്ങോട്ട് ഭരണത്തിൽ വന്നപ്പോൾ സ്വീകരിച്ച നടപടികൾ 57 മുമ്പ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ, അതിന്റെ ഫലമായി കേരളത്തിലാകെ വലിയ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട രക്തസാക്ഷികൾ, ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് ഈ കാണുന്ന നിലയിലുള്ള മാറ്റം കേരളത്തിലുണ്ടായത്. ഇത് നിലനിൽക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിലനിൽക്കണം. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറെ കൂടി ശക്തമാകണം. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വീണ്ടും വരണം എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷെ ഇന്ന് ഈ നേതൃത്വത്തിന്റെ പോക്ക് ശരിയല്ല എന്നത് പാർട്ടിക്കകത്ത് നിരന്തരമായി പറഞ്ഞ് പ്രയോജനമില്ലാത്തവരോട് ജനങ്ങളോട് പറയുക എന്നത് എന്നെ പാർട്ടി പഠിപ്പിച്ചൊരു കാര്യമാണ്. 3 തവണ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തെറ്റിദ്ധരിത്തൽ രേഖ അംഗീകരിച്ച് താഴെ തലം വരെ വിശദീകരിച്ചിട്ടുണ്ട്. ആ 3 രേഖയിലും പാർട്ടിക്ക് റിപ്പോർട്ട് ചെയ്തത് ഈ സമൂഹം പുതിയ കാലത്ത് മുതലാളിത്തം കൂടുതൽ ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജീർണത അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പാർട്ടിയെയും സ്വാധീനിക്കാനിടയുണ്ട്. നമ്മുടെ പാർട്ടി സഖാക്കളെയും നേതാക്കളെയും സ്വാധീനിക്കാനിടയുണ്ട്. അങ്ങനെ വരുമ്പോ ഈ പാർട്ടിയെ ജാഗ്രതയോടെ വീക്ഷിക്കാൻ പാർട്ടി അണികൾ സന്നദ്ധമാകേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ ഈ തെറ്റ് തിരുത്തിക്കാൻ കഴിയൂ എന്നതാണ് ഈ 3 തെറ്റുതിരുത്തൽ രേഖയിലൂടെയും പാർട്ടി കേന്ദ്ര കമ്മിറ്റി പാർട്ടി അണികളോട് ആവശ്യപ്പെട്ടത് വിശദീകരിച്ചത്.
അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു തലവാചകം. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന തലവാചകം ഞാൻ ഈ പുസ്തകത്തിൽ കൊടുക്കാൻ തയ്യാറായത്. ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് വിമർശനം, സ്വയം വിമർശനം അതിന്റെ ജീവവായുവാണ്. അതില്ലാതായാൽ പിന്നെ ഈ പാർട്ടിയില്ല. പക്ഷെ ഇന്ന് ഈ പാർട്ടിക്കകത്ത് വിമർശനം ഉന്നയിക്കുന്നവരെ പ്രത്യേക കണ്ണിലൂടെ നോക്കിക്കാണുന്ന നേതൃത്വമാണ് പലരും. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പലരും. ഇപ്പൊ താഴെ ബ്രാഞ്ച് തലത്തിൽ തന്നെ സഖാക്കൾ ഉന്നയിക്കുന്ന ഒരു കാര്യം, വിമർശനം ഉന്നയിച്ചാൽ വിരോധം വെച്ചു പുലർത്തുകയാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ചതല്ലോ. ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന്റെ റിവ്യൂ റിപ്പോർട്ടിലും പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഈ റിപ്പോർട്ട് ചെയ്തത് വിമർശനവും സ്വയം വിമർശനവും ശക്തിപ്പെടുത്താം എന്നതാണ്. പക്ഷെ ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം പ്രയോജനമില്ലല്ലോ, പ്രാവർത്തികമാക്കണ്ടേ. ആശയപരമായ ഒരു അഭിപ്രായ വ്യത്യാസവും ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. എന്തേ ഉണ്ടായുള്ളൂ? സാമ്പത്തികമാണ്. ഈ പാർട്ടി ജനങ്ങളിൽ നിന്ന് സംഭാവന പിരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഇലക്ട്രൽ വോട്ട് വഴി പണം സമ്പാദിക്കാത്ത പാർട്ടിയാണ് CPM എന്നും അതുകൊണ്ടാണ് CPM-നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിച്ചതെന്നും അതിന്റെ ഫലമായിട്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നും നമ്മളെല്ലാം മനസ്സിലാക്കിയ കാര്യമാണല്ലോ. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടി ആ പണം ചെലവഴിക്കുന്നത് സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? അത് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ലല്ലോ. ഇത് ജനങ്ങളെ പോകട്ടെ, ഇത് പാർട്ടി ഘടകത്തിൽ ഉന്നയിച്ചാൽ ആ ഘടകത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കണ്ടേ? അങ്ങനെ ബോധ്യപ്പെടുത്താൻ നേതൃത്വത്തിന് സാധിച്ചിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പോരാട്ടത്തിന് ശേഷം എനിക്കിത് തുറന്നു പറയേണ്ടി വരുമായിരുന്നില്ല എന്നതാണ് വസ്തുത. ഇരുട്ടുകൊണ്ട് ഓട്ടയിറക്കാൻ കഴിയില്ലല്ലോ. ജനങ്ങളോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാകണ്ടേ? ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് മറ്റന്നാള് പറയും എന്ന് ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ അത്രത്തോളം നല്ലത്. രക്തസാക്ഷികൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ആവേശമാണ്. ഒരാൾ അവന്റെ ജീവൻ അത് ഏറ്റവും വിലപ്പെട്ടതാണ്, ഏറ്റവും വലുതാണ്. അതിൽ കൂടുതലായി മറ്റൊന്നും ത്യജിക്കാനില്ല. ആ ജീവൻ ത്യജിച്ച രക്തസാക്ഷിയുടെ കുടുംബം അനാഥമാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് രക്തസാക്ഷി ഫണ്ട് പിരിക്കുന്നത്. ആ ഫണ്ടിൽ പോലും കൃത്രിമം നടത്താൻ, ആ ഫണ്ട് പോലും അപഹരിക്കാൻ സന്നദ്ധമായി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി ചില ആളുകൾ എങ്ങോട്ടാണ് ഈ പാർട്ടിയെ നയിക്കുന്നത്? അങ്ങനെ ചിലര് തയ്യാറായാൽ അത് തിരുത്തിക്കാനും ആ തയ്യാറായവരുടെ പേരിൽ നടപടിയെടുക്കാനുമല്ലേ പാർട്ടി നേതൃത്വം സന്നദ്ധമായുള്ളത്. പക്ഷെ അവരുടെ സംരക്ഷകരായി പാർട്ടി നേതൃത്വം തന്നെ മാറിയാൽ പിന്നെ ഈ പാർട്ടിയെ ആര് രക്ഷിക്കും എന്നതാണ് എന്റെ മുമ്പിൽ വന്ന ചോദ്യം.
പക്ഷെ അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലോ? ഞാനിപ്പോ ഈ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞ് മാറിയതിന് കുറച്ച് ദിവസമായല്ലോ. കേരളത്തിലെ മിക്കവാറും പ്രദേശങ്ങളിൽ നിന്ന് എന്നെ പലരും ബന്ധപ്പെടുകയാണ്. ആ ബന്ധപ്പെടുന്ന പലരും പറയുന്നത് നിങ്ങളുടെ പ്രദേശത്ത് മാത്രമല്ല, ഞങ്ങളുടെ പ്രദേശത്തും ഇതുപോലുള്ള വിഷയങ്ങളുണ്ട്, പക്ഷെ തുറന്നു പറയാൻ പലരും സന്നദ്ധമാകുന്നില്ല എന്നാണ്. ഞാൻ പുസ്തകത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം, 35 വർഷം തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM നേതൃത്വത്തിൽ ഭരണം നടത്തിയ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ആ പശ്ചിമ ബംഗാളിൽ ഇപ്പോ പാർട്ടിയുടെ സ്വാധീനം നടക്കുന്നത് തെരഞ്ഞെടുപ്പിലെ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ, വോട്ടിനെ അടിസ്ഥാനമാക്കിയാണല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ മുന്നണിക്ക് ആകെ കിട്ടിയത് 6% വോട്ടാണ്. പാർട്ടിക്കല്ല, മുന്നണിക്ക് ആകെ കിട്ടിയത് 6% വോട്ടാണ്. എന്തേ ബംഗാളിൽ ഇങ്ങനെ പാർട്ടി തകരാനിടയായി? കേരളത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്കിടയിൽ വളർന്നു വരുന്ന ഈ അസംതൃപ്തി ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയതാണ് ബംഗാളിൽ സംഭവിച്ചത്. ആ പൊട്ടിത്തെറി ബംഗാളിലെ പാർട്ടിയെ തകർത്തു. ആ പൊട്ടിത്തെറി ബംഗാളിൽ മാത്രം ബാധകമാകുന്ന ഒന്നാണോ? RSS എന്ന് പറയുന്നത് എല്ലാ മാറ്റത്തിനും വിധേയമാകുന്നതാണ് എന്ന് പറയുന്നതല്ലേ? അപ്പൊ പടിപടിയായി ഈ നിലയിലേക്ക് ബംഗാളിലെ പാർട്ടി എത്തിയെങ്കിൽ കേരളത്തിലെ പാർട്ടിയും അങ്ങനെ എത്തില്ല എന്ന് ആർക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും? അതുകൊണ്ടാണ് പാർട്ടിക്കകത്ത് തെറ്റ് സംഭവിക്കുമ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാനും തിരുത്തിക്കാനും അണികൾ സന്നദ്ധമാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ എനിക്കെതിരെ പല പഠനാലയങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ MV ജയരാജൻ മുതൽ ഇങ്ങോട്ട് ഒട്ടേറെ ആളുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ജാഥയുമായി ബന്ധപ്പെട്ട് ജാഥ പയ്യന്നൂരിലെത്തിയപ്പോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വിരൽ മറ്റുള്ളവരുടെ നേരെ ചൂണ്ടുമ്പോ ബാക്കി 4 വിരൽ തന്റെ നേരെ തന്നെയാണ് ചൂണ്ടുന്നത് എന്ന് എല്ലാവരും ഓർക്കേണ്ടതുണ്ട് എന്ന് സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. ഒരു വിരലെ മറ്റുള്ളവന്റെ നേരെ ചൂണ്ടുന്നുള്ളൂ, ബാക്കി 4 വിരലും തന്റെ നേരെ തന്നെയാണ്. അതുകൊണ്ട് ഓരോരുത്തരും അവനവനെങ്ങനെയാണ് ഈ പാർട്ടികൾക്ക് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണോ ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് സംഘടനാ തത്വങ്ങളിൽ ഊന്നിക്കൊണ്ട് തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? അങ്ങനെ പോകുന്നുണ്ട് എങ്കിൽ ഒരു രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച ഫണ്ട് അപഹരിക്കാൻ എങ്ങനെ സാധിക്കുന്നു? കണക്ക് മറ്റന്നാൾ വരും, കണക്ക് വന്നിട്ട് അതിന്റെ മറ്റു കാര്യങ്ങൾ അറിയാം. എന്റെ കണക്ക്, അവര് നേരത്തെ അവതരിപ്പിച്ച കണക്ക്, എന്റെ കണക്ക് രണ്ടും ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ അവര് പാർട്ടി കമ്മിറ്റിയിൽ അവതരിപ്പിച്ച കണക്കെന്താണ്, യഥാർത്ഥ കണക്കെന്താണ് എന്ന് ഞാൻ ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞത്, അവരെവിടെയുണ്ട്, അവരോട് പറഞ്ഞത് കഴിയുമെങ്കിൽ ഈ പുസ്തക പ്രകാശനത്തിന് മുമ്പ് ആ കണക്ക് പരസ്യപ്പെടുത്താൻ നേതൃത്വം തയ്യാറാകണം എന്നാണ്. ഇത് വെറുതെ പറഞ്ഞല്ല. ഞാൻ മനസ്സിലാക്കിയത്, എന്റെ പുസ്തകം പുറത്തു വന്നാൽ അത് ഞാൻ പറഞ്ഞ കണക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു കണക്ക് തയ്യാറാക്കി
ഹീന റിപ്പോർട്ട് ചെയ്യാനാണ് നേതൃത്വത്തിന്റെ ആലോചന എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കണം എന്ന് അവരോട് അഭ്യർത്ഥിച്ചത്. ഭീഷണിയൊന്നല്ല, അഭ്യർത്ഥന മാത്രമാണ്. അതിനെ ഭീഷണിയായി ചിത്രീകരിക്കാനും നേതൃത്വം സന്നദ്ധമായി എന്നത് വേറൊരു കാര്യം. ഞാൻ ഒരു ഭീഷണിയും ആരുടെ മുമ്പിലും വെച്ചിട്ടില്ല. ഭീഷണി സ്വരം എന്റെ സംസ്ഥാനത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല. അഭ്യർത്ഥന മാത്രമാണ്. ഇനി ഒരു കണക്കിൽ ചെയ്യുന്നതാണ്. രക്തസാക്ഷി വേണ്ടെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വികാരപരമായി എടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. എന്നെ കണക്ക് ഓഡിറ്റ് ചെയ്യാൻ പാർട്ടി കമ്മിറ്റി ഔദ്യോഗികമായി തീരുമാനിച്ച് ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് ഞാൻ ഓഡിറ്റ് ചെയ്യുന്നത്. മറ്റ് 2 ഫണ്ടും ഓഡിറ്റ് ചെയ്യാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ധനരാജ്യ ഫണ്ടും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ ഫണ്ടും ഓഡിറ്റ് ചെയ്യാൻ എന്നെ ചുമതലപ്പെടുത്തിയിരുന്നില്ല. പക്ഷെ ഞാൻ ആ കണക്ക് കൃത്യമായി പരിശോധിച്ചു. എന്തുകൊണ്ടെന്നാൽ ആ കണക്ക് പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കാണ്. കാരണം അന്ന് ഞാനാണ് ഏരിയ സെക്രട്ടറി. ഞാനാണ് ഏരിയ സമ്മേളനത്തിൽ ആ കണക്ക് അവതരിപ്പിക്കേണ്ടത്. അതുകൊണ്ട് കൃത്യമായി പരിശോധിച്ച് ഒരു വ്യക്തത വരുത്താതെ ആ കണക്ക് അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് ഫണ്ട് ഓഡിറ്റ് ചെയ്തതിന്റെ അനുഭവം എന്റെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഈ 2 കണക്ക് ഞാൻ പരിശോധിച്ചത്. പിന്നീട് 3 പേരടങ്ങിയ ഓഡിറ്റർമാരെ ഈ 2 കണക്ക് പരിശോധിക്കാൻ ചുമതലപ്പെടുത്തി. എന്റെ കണ്ടെത്തലിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊന്നും പറയാൻ അവർക്കും ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുതല് ഏതാണ്ട് 1 മണിക്കൂറിലധികം റിപ്പോർട്ടർ ചാനലിൽ കോഫി വിത്ത് ഡോക്ടർ അരുൺകുമാർ എന്ന പരിപാടിയിൽ സംസാരിക്കുകയുണ്ടായി. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗീബൽസിനെ നാണിപ്പിക്കുന്ന നുണകളടക്കം പറയാൻ തയ്യാറായിട്ടും ഞാൻ ഉന്നയിച്ച വിഷയത്തെ കുറിച്ച് എന്ന് മാത്രമല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരുൺകുമാറിന്റെ ചോദ്യത്തിന് പോലും ഒരു വിശദീകരണം നൽകാൻ സന്നദ്ധമായിട്ടില്ല എന്നതാണ് വസ്തുത. ഞാനത് പൂർണ്ണമായി കേട്ട ഒരാളാണ്. ഒരു കാര്യം കൂടി പറയാം. PI മസൂദനാകട്ടെ മറ്റേതെങ്കിലും പാർട്ടി നേതാക്കന്മാരാകട്ടെ ഈ പയ്യന്നൂരിലെ ഫണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരസ്യ സംവാദത്തിന് തയ്യാറായാൽ ഞാൻ ആ സംവാദത്തിൽ പങ്കെടുക്കാൻ സന്നദ്ധനാണ്. ഇത് വെല്ലുവിളിയൊന്നല്ല. നിങ്ങൾ അങ്ങനെ ഒരു സംവാദത്തിന് തയ്യാറാകണമെന്ന് അവരോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. ആരുടെ മുമ്പിലും ഈ കണക്കുകൾ ബോധ്യപ്പെടുത്താൻ എനിക്ക് ഒരു ഏകി ആവശ്യമില്ല ഈ കാര്യങ്ങൾ പറയാൻ. കാരണം എനിക്ക് മനപ്പാടാണ് ഈ കാര്യം. അതുകൊണ്ട് PI മസൂദനാകട്ടെ മറ്റ് പാർട്ടി നേതാക്കന്മാരാകട്ടെ ആരുമായി ഈ പയ്യന്നൂരിന്റെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവാദത്തിന് ഞാൻ സന്നദ്ധമാണ്. നിങ്ങൾ അതിൽ തയ്യാറാകണം. നിങ്ങൾ നിശ്ചയിക്കുന്ന വേദിയിൽ നിങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് ഞാൻ വന്നുകൊള്ളാം എന്നാണ് എനിക്ക് വിനീതമായി സൂചിപ്പിക്കാനുള്ളത്. കണക്കെന്ന് പറഞ്ഞാൽ 2 കൂട്ടിയ 4. പണ്ട് സഖാവ് സുബ്രഹ്മണ്യനായി പറയാറുണ്ട് കണക്ക് 2 കൂട്ടിയ 4. പക്ഷെ രാഷ്ട്രീയത്തിൽ 2 കൂട്ടിയ 4 ആകില്ല. ചിലപ്പോ അത് 5 ആകാം, ചിലപ്പോ 3 ആകാം.
എന്ന് സുബ്രഹ്മണ്യനായി പണ്ട് പല പൊതുയോഗങ്ങളിലും പ്രസംഗിക്കാറുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് രാഷ്ട്രീയം വേറെ കണക്ക് വേറെ എന്നതാണ് ഷെറണായി തന്നെ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടായാലും അതുപോലെ തന്നെ AKG ഭവൻ കെട്ടിട നിർമ്മാണ ഫണ്ടായാലും രക്തസാക്ഷി ഫണ്ടായാലും ഇതെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിലയിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വാക്കാലും രേഖാമൂലവും പാർട്ടി കമ്മിറ്റി ഉന്നയിച്ചത്. പക്ഷേ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാനാണ് ഇന്നേ വരെ പാർട്ടി നേതൃത്വം തയ്യാറായിട്ടുള്ളത് എന്നതാണ്. അതുകൊണ്ടാണ് കണക്കിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ ഒരു മണിക്കൂറുകളുടെ അടുത്ത് പറഞ്ഞപ്പോ കണക്കിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞല്ലോ. ഞാൻ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ വെക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ ഒറിജിനൽ 1ഉം 2ഉം റെസീറ്റ് ബുക്ക് ഉപയോഗിച്ചത് PI വാസുദേവനാണ്. 20 ആളുകളിൽ നിന്ന് PI വാസുദേവൻ ഫണ്ട് പിരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ റെസീറ്റ് പിന്നീട് അയാളെ തിരിച്ചു നൽകിയപ്പോ 28ാമത്തെ റെസീറ്റ് വരെ മുറിച്ചിട്ടുണ്ട്. പക്ഷെ കമ്മിറ്റി കൊടുത്ത കണക്ക് 20 ആളുകളിൽ നിന്ന് ഫണ്ട് മുറിച്ചു. 20 പേരിൽ നിന്ന് ഫണ്ട് മുറിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് നൽകിയ കണക്ക്. ബാക്കി 8 പേരുടെ പണം ഇവിടെ പോയി. അതിന് PI മധുസൂദനൻ മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. ഈ 1ഉം 2ഉം ബുക്ക് ഓഡിറ്റിന് ഹാജരാക്കാതെ അതിന് വ്യാജ റസീറ്റ് അച്ചടിച്ചിട്ടാണ് ഓഡിറ്റിന് ഹാജരാക്കുന്നത്. എന്തിനാ വ്യാജ റസീറ്റ് അടിക്കുന്നത്? പറഞ്ഞ കാര്യം ഈ റസീറ്റ് കാണാതായി പോയി. ഓഫീസ് സെക്രട്ടറി വ്യാജ റസീറ്റ് അടിക്കുന്നതാണ്. 6 പുസ്തകെ ആകെ അച്ചടിച്ചിട്ടുള്ളൂ റസീറ്റ്. അതിൽ 4 ബുക്കിൽ ഒരു റസീറ്റ് പോലും കുറിച്ചിട്ടില്ല. ആ മുറിക്കാത്ത 4 ബുക്ക് ഉണ്ടാകുമ്പോ ഈ നഷ്ടപ്പെട്ട കാര്യം കമ്മിറ്റിയിൽ പറഞ്ഞ് പാർട്ടി ഘടകത്തിൽ പറഞ്ഞ് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിന് പരിഹാരം കാണാൻ സാധിക്കുന്നതല്ലേ ഉള്ളൂ. പക്ഷെ വ്യാജ റസീറ്റ് അടിക്കുക. ഓഫീസ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്നാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഓഫീസ് സെക്രട്ടറി വ്യാജ റസീറ്റ് അടിക്കണം. ഓഫീസ് സെക്രട്ടറി കമ്മീഷനോട് പറഞ്ഞത് എന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു എന്നാണ്. പക്ഷേ 2ാം നമ്പർ റെസീറ്റ് പിന്നീട് ഹാജരാക്കുന്നത് ഒറിജിനൽ 2ാം നമ്പർ റെസീറ്റ് ബുക്ക് പിന്നീട് ഹാജരാക്കുന്നത് PI മധുസൂദനാണ്. അദ്ദേഹം പറഞ്ഞതായി നമ്മളെ KK രാഗേഷ് നടത്തിയ പത്രസമ്മേളനത്തിൽ ഇപ്പോൾ വിശദീകരിച്ചത് അതൊരു പുസ്തകത്തിനുള്ളിലായി പോയി. അത് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് പിന്നീട് അന്നത്തെ കാലത്ത് പിന്നീട് എത്തിച്ചത്. PI വാസുദേവന്റെ പുസ്തകത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന റെസീറ്റ് എങ്ങനെയാ കരുണാകരന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുക, ഓഫീസ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുക? PI വാസുദേവന്റെ കയ്യിലുള്ള റെസീറ്റിന് എന്തിനാണ് വ്യാജ റെസീറ്റ് ഓഫീസ് സെക്രട്ടറി അച്ചടിക്കുന്നത്? അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് PI വാസുദേവൻ കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. ഒരുപടി കാര്യങ്ങളുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊന്നും ഞാൻ പോകുന്നില്ല. ഏതായാലും ഒരു സംവാദം തയ്യാറായാൽ അത് ആ സമയത്ത് സൂചിപ്പിക്കാം എന്നതാണ്. രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്ക് പത്രങ്ങൾ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് പുറത്തു വന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, അതിന്റെ സത്യാവസ്ഥ, അതിന്റെ വസ്തുത ഞാൻ പറയും, പുറത്തുവിടും എന്നതാണ്. അതേക്കുറിച്ച് ഇത് ഒരു കയ്യും കണക്കുമില്ലാത്ത രീതിയിൽ ഫണ്ട് കൈകാര്യം ചെയ്യണം. കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി പയ്യന്നൂർ ഏരിയയിലെ സഹകരണ ജീവനക്കാരിൽ നിന്ന് 1 മാസത്തെ വേതനമാണ് സംഭാവന വാങ്ങിയത്. 1 മാസത്തെ വേതനം
കമ്മിറ്റി കണക്ക് അവതരിപ്പിച്ചപ്പോ ഒരു നയാ പൈസ സഹകരണ ജീവനക്കാർ സംഭാവന തന്നതായി കണക്കില്ല. സംഭാവന കൊടുത്തവരാ കമ്മിറ്റിയിലുണ്ട്. സഹകരണ ജീവനക്കാരെ ഉൾപ്പെടെയുള്ളതാണ് ഏരിയ കമ്മിറ്റി. ആ ഫണ്ട് കൊടുത്തവർ പറഞ്ഞു ഞങ്ങൾ ഒരു മാസത്തെ വേതനം ഇതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്, ആ പണം എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരവില്ല. പിന്നീട് ഞാൻ പരിശോധിച്ചു, 70.5 ലക്ഷം രൂപ വരും ഈ സഹകരണ ജീവനക്കാരി കൊടുത്ത ഫണ്ട്. 70.5 ലക്ഷം. അവതരിപ്പിച്ച കണക്കെന്താണെന്നറിയോ? പണം தெரியாത്തത് കൊണ്ട് 35 ലക്ഷം രൂപ ധനരാജ് ഫണ്ടിൽ കടന്നാക്കി വകമാറ്റി ഒരു രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്ക് വകമാറ്റണമെങ്കിൽ ഒന്ന് ഏരിയ കമ്മിറ്റി യോഗത്തിൽ ആ കാര്യം വിശദീകരിച്ച് ഏരിയ കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങണം. ഈ കണക്ക് വരുമ്പോഴാണ് ഏരിയ കമ്മിറ്റി മെമ്പർമാർ പോലും ആ കാര്യം അറിയുന്നത്. ഒരിക്കൽ പോലും ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ല. ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റണോ മറ്റേതെങ്കിലും രീതിയിൽ ഫണ്ട് കണ്ടെത്തണോ എന്നൊന്നും കമ്മിറ്റി അത്രയും തീരുമാനിച്ചിട്ടില്ല. ഈ 70.5 ലക്ഷം കണക്കിൽ ഉൾപ്പെടുത്തിയ പിന്നെ 35 ലക്ഷം ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റേണ്ടതല്ല ആയിരുന്നോ? 70 ലക്ഷം ഓൾറെഡി പിരിഞ്ഞ് കിട്ടിയത് ഈ അക്കൗണ്ടിലുള്ളത്, ബാങ്ക് അക്കൗണ്ടിലുള്ളത്, അത് കണക്കിൽ ഉൾപ്പെടുത്തിയാൽ 35 ലക്ഷം ധനരാജ് ഫണ്ടെന്ന് മാറ്റേണ്ട കാര്യമില്ലല്ലോ. ആ 35 ലക്ഷം വളരെ വിചിത്രമായ കാര്യം. ആ 2 തവണ കണക്ക് അവതരിപ്പിച്ചോട് കമ്മിറ്റിക്കാർ പറഞ്ഞത് 35 ലക്ഷം വകമാറ്റിയാണ്. പക്ഷെ അവസാനം ജില്ലാ കമ്മിറ്റി പറഞ്ഞത് അത് 40 ലക്ഷമാണ്. ജില്ലാ കമ്മിറ്റി ഒരു ചെലവും ഇതുമായി കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വൈകിട്ടില്ല. എല്ലാം കൈകാര്യം ചെയ്തത് കെട്ടിട നിർമ്മാണ കമ്മിറ്റിയാണ്. അതിന്റെ സെക്രട്ടറിയാണ് ടി.ഐ. മധുസൂദനൻ. കെട്ടിട നിർമ്മാണ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ടി.ഐ. മധുസൂദനൻ. അപ്പോ ഈ 35 ലക്ഷം ജില്ലാ കമ്മിറ്റിക്കാരെങ്ങനെയാണ് 40 ലക്ഷം എന്ന് പറയുക? എന്നിട്ട് ജില്ലാ കമ്മിറ്റി പറയുകയാണ് ഈ 40 ലക്ഷം ഏരിയ കമ്മിറ്റി ഫണ്ട് കണ്ടെത്തി തിരിച്ചു ധനരാജ് ഫണ്ടിലേക്ക് കൊടുക്കണം എന്ന്. ഇതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങളും എല്ലാറ്റിലും ഞാൻ കണക്കുന്നില്ല. ഇത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ ഒരിക്കലും ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഓഡിറ്റ് ഞാൻ നടത്തിയപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം എനിക്കിങ്ങനെ ഒരു ശീലമുണ്ടല്ലോ, ഞാനിതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഇതിനു മുമ്പ് പാർട്ടി കണക്ക് ഓഡിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല. അതിലൊരു കാര്യം ഇതിന്റെ കൂടെ ഞാൻ ആ പുസ്തകത്ത് പറയുന്നുണ്ട്, ഇതെല്ലാം അവതരിപ്പിച്ചാൽ പാസാക്കി പോകാൻ സാധിക്കുന്ന ഒരു സെക്രട്ടറി വേണം എന്ന് അയാൾ നേരത്തെ കരുതിയിരുന്നു. അതുകൊണ്ടാണ് 2017 കരിമൂർ സമ്മേളനത്തിൽ അയാളുടെ പിൻഗാമിയായി KP മധുരൻ. ആ KP മധു കണ്ടിട്ടുണ്ട് ഈ രക്തസാക്ഷി ഫണ്ട്. KP മധു നടക്കുന്നത് കേസ് കൊടുക്കട്ടെ. കേസിനെ കുറിച്ച് പലരും പറയുന്നുണ്ടല്ലോ. KP മധു എതിരെ കേസ് കൊടുക്കട്ടെ. ഈ രക്തസാക്ഷി ഫണ്ട് കണ്ടിട്ടുണ്ട് ഈ KP മധു. അയാളിപ്പോ കൗൺസിലർ വന്നു, നഗരസഭ കൗൺസിലറാണ്. അപ്പോ ഈ നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അംഗീകരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ക്രമക്കേടുകളാണ് ഈ 3 ഫണ്ടും പരിശോധനയ്ക്ക് വരുന്ന ഒരേ സമയത്താണ്. ഏതെങ്കിലും ഒന്നിൽ കൃത്രിമില്ലാതിരിക്കണ്ടേ, ഏതെങ്കിലും ഒന്നിൽ തിരിമറിയില്ലാതിരിക്കണ്ടേ, ഏതെങ്കിലും ഒന്നിൽ ധനാപഹരണം നടക്കാതിരിക്കണ്ടേ. അതുകൊണ്ടാണ് വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടത്. ഏതെങ്കിലും ഒന്നാണെങ്കിൽ അത് പറ്റിപ്പോയി, തിരുത്താൻ അവസരം കൊടുക്കാം എന്ന് നമുക്ക് ആശ്വസിക്കാൻ വേണമെങ്കിൽ. പക്ഷെ ഇത് 3 ഫണ്ടിൽ, ഇതിനു മുമ്പത്തെ ഫണ്ടുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ അതൊന്നും ഉറപ്പിച്ചില്ല എന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അപ്പൊ ഈ നിലയിലേക്കാണ് പയ്യന്നൂരിലെ കാര്യങ്ങൾ പോകുന്നത്.
ഇതിന് മറച്ചു വെക്കാൻ വളരെ ബോധപൂർവം പയ്യന്നൂരിൽ അങ്ങനെ ഒരു ഫണ്ട് വിവാദമില്ലെന്നും ഇത് പാർട്ടിക്കകത്തെ വിഭാഗീയതയുടെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരുന്നതാണെന്നുമുള്ള പ്രചരണം നടത്തുകയാണ്. ഈ മതവും എല്ലായിടത്തും ആശ്രിതത സൃഷ്ടിക്കുന്ന ഒരു ശൈലി അനുവർത്തിക്കുന്ന ഒരാളാണ്. എല്ലായിടത്തും പോകുമ്പോഴും കുറെ ആളുകളുണ്ടാകും. അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മർമ്മറൽ ക്യാമ്പയിൻ നടത്തുക. അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് പയ്യന്നൂരിൽ സാമ്പത്തിക വിഷയങ്ങൾ ഒന്നുമില്ലെന്നും പയ്യന്നൂരിലെ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിയത്. ഇതിനു മുമ്പ് ഒരു വിഭാഗീയതയും വലിയ തോതിൽ പയ്യന്നൂരിലുണ്ടായിരുന്നില്ല. അഭിപ്രായങ്ങൾ ഉണ്ടാകുമല്ലോ, അതിന്റെ ഭാഗമായി അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. അതല്ലാതെ വിഭാഗീയത എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പയ്യന്നൂർ പാർട്ടി നേരത്തെ പോയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കടുത്ത വിഭാഗീയതയാണ് പയ്യന്നൂരിന്റെ പാർട്ടിക്കകത്ത്. അത് അവസാനിപ്പിക്കാൻ നേതൃത്വമല്ലേ ഇടപെടേണ്ടത്. ഈ കാലാപ്രശ്നം അവസാനിപ്പിക്കാൻ ജില്ലാ നേതൃത്വം ഇടപെടണമെന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി നിരവധി തവണ തീരുമാനിച്ച് ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു. ഇടപെട്ടില്ല. അതാണ് അവസാനം തെരഞ്ഞെടുപ്പിൽ റോബൽ മത്സരിക്കുന്ന രീതിയിലേക്കും ആ റോബൽ വിജയിക്കുന്ന രീതിയിലേക്കും പാർട്ടി 3ാം സ്ഥാനത്തേക്ക് പോകുന്ന നിലയിലേക്കും കാര്യങ്ങൾ എത്തിച്ചേർന്നത് എന്നത് ഈ പയ്യന്നൂരിന്റെ അനുഭവമാണ്. അതുകൊണ്ട് അവസാനമായി ഒരു കാര്യം മാത്രമേ പറയാമെന്ന് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിലെ പാർട്ടിയെ രക്ഷിക്കണം. കേരളത്തിലെ പാർട്ടിയെ രക്ഷിക്കണമെങ്കിൽ അതിന്റെ ഭാഗമായി പയ്യന്നൂരിലെ പാർട്ടിയെയും രക്ഷിക്കണം. തെറ്റ് ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന നേതൃത്വത്തിന്റെ നിലപാട് തിരുത്തിക്കണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് വലിയ നിലയിൽ ജനകീയ പിന്തുണയുണ്ട് എന്ന് നല്ല ബോധ്യമെനിക്കുണ്ട്. ഈ കണക്ക് നേരത്തെ ഒരു വട്ടം പാർട്ടിക്ക് വിശദീകരിച്ചപ്പോ അത് അംഗീകരിക്കാൻ വലിയ വിഭാഗം പാർട്ടി മെമ്പർമാർ സന്നദ്ധമായിട്ടില്ല. ഇപ്പോഴും അതേ അവസ്ഥയാണ്. അതുകൊണ്ട് ഈ പാർട്ടിയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പുസ്തക പ്രകാശനം നടത്തിയ ജോസഫ് സിംഗ് ആത്മീയനും അതുപോലെ തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിച്ച VS അനിൽകുമാറിനും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കൾക്കും നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ഈ പരിപാടി അവസാനിപ്പിക്കുന്നതായി അറിയിക്കുന്നു. പുസ്തകം ഒരു പുസ്തകത്തിന് വേണ്ടി
12 മാസമായി 70 വയസ്സായി അങ്ങനെ കൊണ്ട് ഒറ്റയ്ക്ക് ചിരിക്കണം. എനിക്ക് പൊലീസിന്റെ മൈക്കിൽ ഞാനെങ്ങനെ പറയും ഒരൊറ്റ സ്ഥലം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണ്ണൂരേക്ക് ഉണ്ടായി ഞാൻ ഉരുത്തിരിന്റെ മരുവാണ്. അതുകൊണ്ട് തന്നെ ആ പക്ഷേ പുസ്തകമെല്ലാം മേടിക്കാൻ നോക്കാൻ വേണ്ടിട്ട് അല്ല ജനങ്ങൾ കാണട്ടെ പുസ്തകം മേടിക്കുന്നവരില്ല കയ്യന്നെ ജാസ്തിയാണ് ഞാൻ 5 മുക്കിന് പോയി വരാം എടുത്തിട്ട്. ഹലോ ഇങ്ങോട്ട് വരടിയില്ലിപ്പോ